ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയുടെ വീഡിയോ ആണ്. എന്നാൽ വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. അതിൻ്റെ സ്ലീവ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സ്ലീവാണ് അതിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവ് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുണി നാലാക്കി മടക്കിയിടുക. എന്നിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ 7.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 7 വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് 7 മാർക്ക് ചെയ്ത് കൊടുത്തു. അതുതന്നെ നമുക്ക് താഴ്ത്തിയിട്ടും നമ്മൾ ഇത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്ക്വയർ ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. സ്ക്വയർ അല്ല, ലൈൻ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആം ഹോളും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആം ഹോളും നമ്മൾ 6.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ലൈൻ ചെയ്തെടുക്കുക. അടുത്തത് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെസ്റ്റ് 9 വേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആം ഹോളാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് ഇങ്ങനെ മേലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കർവ് ഇതുപോലെ കർവ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കർവ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ. ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യാനാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററൊന്നും ബാക്കിയുള്ള അളവിൻ്റെ സെൻറ്ററൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരക്കുക കേട്ടോ. 1/2 ഇഞ്ച് നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് വരക്കുക. ആം ഹോള് വരച്ചില്ല, അതിൻ്റെ പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റാണ്. അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് 13-14 എന്നുള്ളതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേസ്റ്റ് വിടുത്ത് എത്രയും വേണ്ടത് എന്നുള്ളത് 8 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 8 മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഹിപ്പ് ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അത് 21-22 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ വിടുത്ത് എത്രയെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിടുത്ത് 10 ലെവലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അവിടെ. പിന്നെ നെക്കിൻ്റെ സൈഡൊന്ന് നമ്മൾ സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ വേണ്ടത്. നെക്കിൻ്റെ വിടുത്ത് വന്നിട്ടുള്ളത് 3 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്ക്വയർ ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് നെക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. ഞാൻ റൗണ്ട് നെക്കാണ് ചെയ്യണത്. അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി മാർക്ക് ചെയ്ത പോയിൻറ്റ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. ചെസ്റ്റും വേസ്റ്റും തമ്മിൽ വരച്ചു കൊടുക്കുക. വേസ്റ്റും ഹിപ്പും തമ്മിൽ വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ലെങ്ത്തൊക്കെ നോക്കിയിട്ടുണ്ട് മടക്കിയിടേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ലെങ്ത്ത് 41 വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് മടക്കിയിടുന്നുണ്ട്. എന്നിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് താഴത്തെ വിടുത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹിപ്പ് മുതൽ താഴെ വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ വേണ്ടത്. എന്നിട്ട് താഴത്തുനിന്ന് ഒരു 3 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വേണ്ടത്. വിടുത്തിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി മാർക്കിങ്ങിലൂടെ എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്യണം കേട്ടോ. ഇറക്ക് കുറഞ്ഞ നെക്കാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെങ്ത്ത് എനിക്ക് 16 വേണ്ടത്. അപ്പോൾ ഞാൻ 6 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പുറത്തും ഇപ്പുറത്തും വേണം. അങ്ങനെ 12 ഇഞ്ചാണ് ഞാൻ അതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വിടുത്ത് ഞാൻ ഇതിനെ ഞെറി എന്നിട്ട് പ്ലീറ്റഡ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫുള്ള് ലെങ്ത്ത് വിടുത്ത് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ എക്സ്ട്രാ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനൊന്ന് താഴത്തേക്ക് 10-10.5 ഇഞ്ച് നോക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അവന് 20 മൊത്തം ഇതിൻ്റെ വിടുത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ സ്ലീവ് എങ്ങനെ ഷേപ്പ് ചെയ്യണം അതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത്. താഴത്തേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അവിടെയും ഇങ്ങനെ പ്ലീറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ഓപ്പണിൻ്റെ ഭാഗത്ത് നമ്മളൊരു പട്ട കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴത്തേക്ക് നമ്മൾ 5.5 ഇഞ്ചും പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ടാണ് മാർക്ക് ചെയ്തത്. മേലേക്ക് വന്നപ്പോൾ
ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. 6 ഇഞ്ചും പിന്നെ തയ്യൽത്തുമ്പും കൂടിയിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 6 വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ 4 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് 4 പീസ് എടുത്തിട്ടുണ്ട്. ഒരു സ്ലീവിന് 2 പീസായിട്ട് അങ്ങനെ 4 പീസ് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. സെയിം അളവിൽ തന്നെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ലെങ്ത്തിൽ മാത്രം 1.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം നമ്മൾ ക്ലോത്തിൻ്റെ നല്ല ഭാഗം കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചിടണം കേട്ടോ വേണ്ടത്. ഇതിന് ഞാൻ പീസൊന്നും കൊടുക്കുന്നില്ല, ക്രോസ് പീസൊന്നും കൊടുക്കുന്നില്ല നെക്കിന് കേട്ടോ. ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ ആ ഒരു ചുറ്റും നമ്മൾ ചുറ്റോട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത്. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നെക്കിൻ്റെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം ലൈനിങ്ങിൻ്റെ ആ ഭാഗം ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ലൈനിങ് ക്ലോത്തുമ്പോൾ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നെക്കിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ചുറ്റും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു സ്റ്റിച്ച് മാത്രം കാണുള്ളൂ. ബാക്ക് നെക്കും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് വേണ്ടത് കേട്ടോ. അപ്പോൾ വേസ്റ്റ് വരെയാണ് നമ്മൾ ലൈനിങ് ക്ലോത്തുമ്മേൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്തിട്ട് 2 പീസ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ബാക്ക് പാനലും ഫ്രണ്ട് പാനലും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ നമ്മളൊരു പട്ട കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ കട്ട് ചെയ്ത പീസിൻ്റെ അളവിൽ തന്നെ വിഡ്ത്തിൽ മാത്രം 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള അളവിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ 2 സൈഡിലും താഴത്തും മേലെയും നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ക്യാൻവാസ് ഒട്ടിച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്ലീവിൻ്റെ ഒരു പീസിൽ മാത്രമേ ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ 2 സ്ലീവിൻ്റെയും ഓരോ പീസിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് 2 പീസ് നമ്മൾ ഒരുമിച്ച് നല്ല വശം വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ അറ്റത്ത് കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത്. എന്നിട്ട് ക്യാൻവാസ് വെക്കാത്ത ഭാഗത്ത് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാൻവാസുമ്മൽ നമ്മൾ ഇങ്ങനെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ആ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് എത്രത്തോളം നമുക്ക് പ്ലീറ്റ് വേണം അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് തുണി. പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തുള്ളത് മൊത്തം ഇപ്പോൾ എടുത്തിട്ടുള്ളത് 33 കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തുണിയെടുത്ത് 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പട്ട ഇങ്ങനെ നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ ക്യാൻവാസ് വെക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മളുടെ തുണിയുടെ ചീത്ത ഭാഗം അങ്ങനെ വെക്കുക കേട്ടോ. നമ്മളുടെ തുണിയുടെ ചീത്ത ഭാഗം വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. പട്ടയുടെ സെൻറ്റർ മാർക്ക് ചെയ്യണം. നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഭാഗം. എന്നിട്ട് നമ്മൾ ആ ഒരറ്റത്ത് അവിടെ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി സെൻറ്റർ വരെ നമ്മളിങ്ങനെ പ്ലീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തും 2 ഇഞ്ച് ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് കൂടി നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഫുള്ളായിട്ട് ചെറിയ പ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവ് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ ആ ഇതിങ്ങനെ നിർത്തിയിട്ടാൽ തന്നെ നമ്മൾ ആ പട്ട, എന്നിട്ട് നമ്മൾ പട്ട മേലേക്ക് ഇങ്ങനെ കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. ആ സ്റ്റിച്ച് ചെയ്തില്ല, അതിൻ്റെ മേലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വേണ്ടത്. സ്ലീവിൻ്റെ സെൻറ്ററും നമ്മൾ ടോപ്പിൻ്റെ സെൻറ്ററും കൂടി മാർക്ക് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 അറ്റം നമ്മൾ അവിടെയും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഒരു 2.5 ഇഞ്ച് നമ്മൾ അവിടെ വിട്ടതിന് ശേഷം ബാക്കിയൊക്കെ നമ്മൾ സെൻറ്റർ വരെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് പ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 2 സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ പ്ലീറ്റ് കൊടുക്കുക കേട്ടോ. 1.5 ഇഞ്ച് ഗ്യാപ്പിൽ സ്ലീവ് മുതൽ വേസ്റ്റ് വരെ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ലൈനിങ് ക്ലോത്ത് നമ്മളിങ്ങനെ മാറ്റി മേലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് വരെ നമ്മൾ എത്ര ഷേപ്പ് അവിടെ വരച്ചിട്ടുള്ളത് ആ 1.5 ഇഞ്ച് ഗ്യാപ്പ് മുതൽ ഹിപ്പ് വരെ നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. അതുപോലെ നല്ല തുണി നമ്മൾ മാറ്റിയിട്ടതിന് ശേഷം ലൈനിങ് തുണി നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 2 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴ്ഭാഗം നമ്മൾ ലൈനിങ്ങിൻ്റെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല തുണിയുടേതും നമ്മൾ ഇതുപോലെ തന്നെ താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.